അപ്പോൾ നമ്മളെന്നുള്ളത് കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. നമ്മുടെ അടുത്ത് പല പേരൻസ് ചോദിച്ചിട്ടുണ്ട്, കുറേ വീഡിയോസ് ഇട്ടു. നമുക്ക് നമ്മുടെ വീഡിയോസിനടിയിൽ കമൻ്റ് ആയിട്ടും അതുപോലെ തന്നെ എൻക്വയറി ആയിട്ടും പല പേരൻസ് ചോദിച്ചിട്ടുണ്ട്. 10 lakh ബഡ്ജറ്റിന് അടുത്ത് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മിക്സഡ് നഴ്സിംഗ് കോളേജ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറേ കോളേജ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കോളേജാണ് കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത്. 2004 തുടങ്ങി ഈ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എല്ലാവിധമായിട്ടുള്ള ആക്സസിബിലിറ്റീസ്, അതായത് കുട്ടികൾക്ക് ട്രാവൽ ചെയ്യാനുള്ള എളുപ്പം, അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സസ് ആയിക്കോട്ടെ, ലാബുകളായിക്കോട്ടെ, ഹോസ്പിറ്റൽ അറ്റാച്ച്മെന്റ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ നോക്കിയിട്ട് ഒരു 10 lakh ബഡ്ജറ്റിലുള്ളൊരു കോളേജാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അകത്തുള്ള ബഡ്ജറ്റ് ഇൻക്ലൂഡിംഗ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് 10 lakhനകത്ത് വരുന്നത്. അതുപോലെ തന്നെ INC KNC എല്ലാം അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണിത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ക്യാമ്പസിന്റെ വിഷയത്തിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവരുടെ ലാബ്, ലൈബ്രറി, അതുപോലെ തന്നെ കുട്ടികളുടെ റിവ്യൂ, ഹോസ്റ്റൽ ഫെസിലിറ്റി എങ്ങനെ ഉണ്ടെന്നും മെസ് ഫെസിലിറ്റി എങ്ങനെ ഉണ്ടെന്നും അതുപോലെ തന്നെ ഇവരുടെ ഹോസ്പിറ്റൽസ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ എന്തൊക്കെ കോഴ്സുകളുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ BSc നഴ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ GNM, പിന്നെ അതുപോലെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ ഇതിൻ്റെ PG കോഴ്സായിട്ടുള്ള MSc നഴ്സിംഗും അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ബോർഡിൽ ഓരോ ഫ്ലോറിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ നമുക്ക് ഓരോ ഫ്ലോറിലും പോയി നോക്കാം ഇവരുടെ ക്ലാസ് റൂംസും ലാബുകളും എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് ഇവിടുത്തെ ലൈബ്രറി. അതുപോലെ കുട്ടികൾക്ക് നമ്മളിവിടെ വന്നപ്പോൾ കുട്ടികൾ ഇവിടെ ഓൾറെഡി ബുക്കൊക്കെ റെഫർ ചെയ്ത് ഇവിടെ ഇരിക്കുന്നത് കണ്ടിരുന്നു. നല്ലൊരു ലൈബ്രറി, നല്ല നീറ്റാണ്. ആവശ്യത്തിനുള്ള ബുക്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവരുടെ നഴ്സിംഗ് ക്ലാസ് റൂമാണ് ഇത്. അത്യാവശ്യം നല്ല രീതിയിലാണ് ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. നഴ്സിംഗ് കോളേജ് പലതും വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു AC ക്ലാസ് റൂമാണ്. അതുപോലെ ആവശ്യത്തിനുള്ള അമ്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവരുടെ നഴ്സിംഗ് ക്ലാസ് റൂംസ് എല്ലാം ഒരു സ്മാർട്ട് ബോർഡ് സിസ്റ്റം വരുന്നൊരു ക്ലാസ് റൂമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം അടിപൊളി ക്ലാസ് റൂം തന്നെ പറയാം. ഇത് ഇവിടുത്തെ അനാറ്റമി ലാബാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓരോ ടൈപ്പ് ഓഫ് ബോൺസും ഓരോ നെയിം വരെ കൊടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഡെമോ കൊടുക്കുമ്പോഴാണെങ്കിലും ഡിസ്ക്രിപ്ഷൻ ചെയ്യുമ്പോഴാണെങ്കിലും കുട്ടികൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ അനാറ്റമി ലാബ്. നല്ലൊരു ലാബാണ്. ഇത് ഇവിടുത്തെ ഫണ്ടമെൻ്റൽ ലാബാണ്. അതായത് കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൽ ഫൗണ്ടേഷൻ ലാബാണ്. ഇത് ഞാൻ പറയട്ടെ, നമ്മൾ കുറേ നഴ്സിംഗ് കോളേജ് കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫൗണ്ടേഷൻ ലാബാണ് ഈ ഒരു ലാബ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ഫെസിലിറ്റീസും എന്ന് വെച്ചാൽ നമ്മളൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിൽ കാണുന്ന രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും കുട്ടികൾക്ക് ഫെമിലിയറൈസ്ഡ് ആക്കാനുള്ള രീതിയിൽ നന്നായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിക്കോട്ടെ, ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ആയിക്കോട്ടെ ഒക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു കോളേജിൽ ഉറപ്പായിട്ടും വേണമെന്ന് പറയുന്നത് കുട്ടികൾ എപ്പോഴും പോസ്റ്റിങ്ങിന് പോകുമ്പം ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് കണ്ട് അവർ ഞെട്ടരുത് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ ലാബ് കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൽ കൊടുക്കുന്നത്. അത് അവർക്കൊരു എക്സാമ്പിളാണ്. ഇങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ്, ഇതൊക്കെയാണ് അവർ യൂസ് ചെയ്യേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ ഉള്ള കാര്യം അതിവിടെ നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു വിർച്വൽ അനാറ്റമി ക്ലാസ്, അതായത് കുട്ടികൾക്ക് കുറച്ചും കൂടി ബോൺസും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കാനുള്ള രീതിയിലുള്ള ഒരു വിർച്വൽ ക്ലാസ് പോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓരോ ബോൺസും കുട്ടികൾക്ക് ഏതൊരു രീതിയിലും ഏതൊരു ഡയമെൻഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ബോൺ കാണുന്നതെന്നുള്ള രീതിയിൽ നോക്കി കുട്ടികൾക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടുത്തെ ന്യൂട്രീഷൻ ലാബിലാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ന്യൂട്രീഷൻ ലാബ്. ഇവിടെ ഞാൻ പറയുന്നു, നമ്മൾ കുറേ കോളേജിൽ പോയതിൽ നല്ലൊരു ന്യൂട്രീഷൻ ലാബ് രണ്ടാമതോ മൂന്നാമതായിട്ട് കാണുന്നത് നമ്മളിവിടെയാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഈ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് കുറച്ച് ഡീപ്പാണ്. അതായത് നമ്മൾ എന്തൊക്കെയാണ് അവർ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫുഡിലും അല്ലെങ്കിൽ ഓരോ കാര്യത്തിലുള്ള എന്തൊക്കെ വിറ്റമിൻസ് ആണ്, മിനറൽസ് ആണ്, അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നഴ്സിംഗിൽ. സോ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ ഓരോ പ്രൊജക്റ്റ് വർക്ക്സുകൾ സബ്മിറ്റ് ചെയ്തേക്കുന്നത് കാണാം. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള യൂടെൻസിൽസ് ഈ വർക്കുകൾക്കും കാര്യങ്ങൾക്കും ഈവൻ ഗ്യാസ് സ്റ്റവ് വരെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു ന്യൂട്രീഷൻ ലാബ്. ഇതിവിടുത്തെ OBG ലാബാണ്. OBG ലാബ് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ നന്നായിട്ട് ഓരോ 1 month 2 month 3 month എങ്ങനെയായിരിക്കും കുട്ടികളുടെ പൊസിഷൻ എങ്ങനെയാണ് അതുവരെയുള്ള ഡെമോ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്കിവിടെ കാണാം. ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പുകൾ നമുക്ക് കാണാം. ഈവൻ നമുക്കൊരു ഹോസ്പിറ്റലിൽ ഒരു കർട്ടനിട്ട് തിരിക്കില്ലേ, അതുവരെ അവിടെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നു. നല്ല രീതിയിലുള്ളൊരു OBG ലാബ്, നല്ലൊരു OBG ലാബ്. പിന്നെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. ഒരു നല്ലൊരു ഓർഡറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇവരുടെ കമ്മ്യൂണിറ്റി ലാബാണ്. ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രൊജക്ട്സുകൾ കാണാൻ കഴിയുന്നുണ്ട്.
ഈ ലാബ് നല്ലൊരു ലാബ്, ഇത് നല്ലതായിട്ട് ക്ലീൻ ആയിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹായ്, എല്ലാവരുടെയും പേരൊന്ന് പറയോ? എൻ്റെ പേര് നിഖില ഫർഹാന. സ്ഥലം? സ്ഥലം ട്രിവാൻഡ്രം. എൻ്റെ പേര് അഖില, പത്തനംതിട്ട. പത്തനംതിട്ടയിൽ എവിടെ? അടൂര്. ഓക്കെ. എൻ്റെ പേര് സോന ബിനോയ്, ഇടുക്കി. അൽക്ക തെരേസ, കണ്ണൂർ. ഓക്കെ. നിങ്ങളുടെ കോളേജിനെ പറ്റിയുള്ള ഒരു റിവ്യൂ, അതായത് എങ്ങനെയുണ്ട് ക്ലാസ്സസ്, എങ്ങനെയുണ്ട് ടീച്ചേഴ്സൊക്കെ, എങ്ങനെയുണ്ട്? ടീച്ചേഴ്സൊക്കെ ഫ്രണ്ട്ലി ആണ്, ക്ലാസ്സൊക്കെ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. നല്ല ക്ലാസ് ആണ്. നമുക്ക് എന്താ വിഷ്വലായിട്ടുള്ള എല്ലാ ഇമേജസും കാണിച്ച നല്ല രീതിയിലാണ് പഠിക്കുന്നത്. ഓക്കെ. ലാബ് ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? ലാബ് ഫെസിലിറ്റീസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല യൂസ്ഫുൾ ആണ് നമുക്ക്. എല്ലാം നന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എല്ലാം സെപ്പറേറ്റ് ലാബ്സ് ആണ് നമുക്കുള്ളത്. എല്ലാം നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ഹോസ്പിറ്റൽ പോസ്റ്റിങ്സ്, നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയർ അല്ലേടാ, അപ്പോൾ ഹോസ്പിറ്റൽ പോസ്റ്റിങ്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടോ? ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ നല്ലോണം ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. നല്ലപോലെ പേഷ്യൻസ് ഉണ്ടാവാറുണ്ടോ? ബേസ് നല്ലോണം ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് ഒബ്സർവേഷനും അതുപോലെ പ്രാക്ടീസും കിട്ടാറുണ്ട്. ഓക്കെ. ഹോസ്റ്റലിനെ പറ്റി എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ നല്ലതാണോ? ഫുഡ് നല്ല ഹോസ്റ്റലാണ്, അറ്റാച്ച്ഡ് ബാത്റൂം, അത്യാവശ്യം നല്ല. ഒരു റൂമിൽ എത്ര പേരാ? അത് റൂം വലിയ റൂമാണ്, അപ്പോൾ അതിനനുസരിച്ച് കൺജസ്റ്റഡ് ഒന്നും അല്ല. ഓക്കെ. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് നല്ല ഫുഡാണ്. ഇപ്പം മലയാളികൾ കൂടുതലായതുകൊണ്ട് മലയാളി മാനേജ്മെന്റും അതായതുകൊണ്ട് പിന്നെ ഫുഡ് മലയാളി മാനേജ്മെന്റ് ആണ്. ഓക്കെ. അപ്പം നിങ്ങൾ കോളേജിൽ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണോ? ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഓക്കേടാ, താങ്ക് യു സോ മച്ച്. ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഇവിടുത്തെ ഓഡിറ്റോറിയം വരുന്നുണ്ട് പ്രോഗ്രാംസിനൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ആക്ടിവിറ്റി ഏരിയ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പഠിത്തം മാത്രം അല്ലല്ലോ എന്നൊരു കൺസെപ്റ്റ് ഇവിടെ ടീച്ചർ പറഞ്ഞു. അല്ലല്ലോ, സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ മാത്രമേ ടൈമുള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നത് വെച്ചാൽ ഇവിടെ പഠിത്തം മാത്രമല്ല ആക്ടിവിറ്റീസും വേണം. അതുകൊണ്ട് ഒരു ആക്ടിവിറ്റി ടൈമും കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ PT പീരീഡ് കൊടുക്കുന്ന പോലെ ഞങ്ങൾ നോക്കിയപ്പോൾ കുട്ടികൾ സ്നേക്ക് ആൻഡ് ലാഡറും ക്യാരംസും ഒക്കെ ഫ്രീ ആയിട്ടിരുന്ന് കളിക്കുന്നു അല്ലേ? ഹലോ, എല്ലാവരും പേര് സ്ഥലം ഒന്ന് പറയോ? എൻ്റെ പേര് ദീപിക, ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ബബിയോല മൈക്കിൾ, ഞാൻ പാലക്കാട്ട് നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അലീന, ഞാൻ എറണാകുളത്താണ്. നിങ്ങൾ BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ അല്ലേ? എങ്ങനെയുണ്ട് ക്ലാസ്സസ് ഒക്കെ? എങ്ങനെയുണ്ട്? ക്ലാസ്സസ് ഒക്കെ അടിപൊളിയാണ്. ടീച്ചേഴ്സ്മാരും നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ നമ്മൾ സ്മൂത്തായിട്ടാണ് പോകുന്നില്ല കാര്യം. പിന്നെ ആക്ടിവിറ്റീസൊക്കെ ആഴ്ചയിൽ ഓരോരോ ദിവസം വെച്ചിട്ട് ലൈബ്രറിയും ആക്ടിവിറ്റീസും മാറി മാറി തരാറുണ്ട്. അത് ഞങ്ങൾ കുറേ നഴ്സിംഗ് കോളേജിൽ പോയി. ഇതിപ്പോൾ ഞങ്ങളുടെ 20ാമത്തെ എങ്ങാണ്ട് നഴ്സിംഗ് കോളേജാണ്. അവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓരോരോ ദിവസം നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് തരുന്നുണ്ടെന്ന് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കുന്നത്. കാരണം ബാക്കി ഒരു കോളേജിലും അങ്ങനെ നമ്മൾ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ വന്നപ്പോൾ നേരിട്ട് നമ്മൾ കണ്ടു കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ട്. ഓക്കെ. അപ്പോൾ ക്ലാസ്സസിലൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ്. ടീച്ചേഴ്സൊക്കെ എങ്ങനെ, ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലി ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? അതാണ് മെയിൻ ഒരു കാര്യം. അപ്പോൾ ഹോസ്റ്റലും ഫുഡൊക്കെ നമ്മൾ കേരള സ്റ്റൈൽ ഫുഡാണ്. നമ്മൾ നാട്ടിൽ എങ്ങനെ കഴിക്കുന്നോ അതുപോലത്തെ ഫുഡാണ്. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും സമയത്ത് ഫുഡ് ഉണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കും. ചോദിച്ചിട്ട് എന്തെങ്കിലും മാറ്റണോ, വേറെ എന്തെങ്കിലും ഫുഡ് വേണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ അവർ എടുക്കാറുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആണ്? ഹോസ്റ്റലൊക്കെ നല്ല റൂംസും കാര്യങ്ങളൊക്കെ, ബാത്റൂംസ് ഒക്കെ നീറ്റാണ്. പിന്നെ ഇവിടെ നിന്ന് വർക്കേഴ്സ് വരും, ആൻറ്റിമാരൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ക്ലീൻ ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ നിങ്ങൾ കോളേജിൽ സാറ്റിസ്ഫൈഡ് ആണ്? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ കാർമൽ കോളേജ് എല്ലാം കയറി കണ്ടു. കോളേജിന്റെ ലാബ് കണ്ടു, ലൈബ്രറി കണ്ടു, അതുപോലെ തന്നെ ക്ലാസ് റൂംസുകൾ കണ്ടു. കുട്ടികളോട് നമ്മൾ റിവ്യൂ ചോദിച്ചു, ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ചു. ഇനി നമ്മളുടെ ഫൈനൽ റിവ്യൂ ഞങ്ങളുടെ ആസ്പെക്റ്റിൽ നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ കോളേജ് കൊള്ളാം, എല്ലാ വിധത്തിലുള്ള അപ്രൂവൽസ് ഉണ്ട്. പിന്നെ കുട്ടികൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. കോളേജും അതുപോലെ തന്നെ അവരുടെ അക്കാഡമിക് ബേസ് ആയിക്കോട്ടെ, ഹോസ്റ്റൽ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, നിങ്ങൾ റിവ്യൂസ് കണ്ടാണല്ലോ കുട്ടികളുടെ വീഡിയോ. ബോയ്സിന്റെ ഹോസ്റ്റൽ എന്ന് വെച്ചാൽ 2 ഷെയറിംഗ് റൂം, അപ്പാർട്ട്മെന്റ് ആണ്, വാഷിംഗ് മെഷീൻ വരെ, അറ്റാച്ച്ഡ് ബാത്റൂം, വാഷിംഗ് മെഷീൻ, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഗേൾസിന്റെ ഹോസ്റ്റലാണെങ്കിൽ അത്യാവശ്യം നല്ല ഹോസ്റ്റലാണ്, എല്ലാ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ ട്രാവലിംഗ്. ആവറേജ് അറൗണ്ട് എല്ലാ, അതായത് മെട്രോ സ്റ്റേഷൻ ആയിക്കോട്ടെ, ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഒരു ആവറേജ് ഒരു 3.5 കിലോമീറ്റേഴ്സിനകത്ത് എല്ലാ രീതിയിലുള്ള ആക്സസിബിലിറ്റി. ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 4 കിലോമീറ്റർ അകത്തേ ഉള്ളൂ.
ആ ബസ് സ്റ്റോപ്പിലേക്കുള്ള ട്രാവലിംഗ്. സോ നമ്മൾ ട്രാവലിംഗ് നോക്കുമ്പോഴത്തേക്ക് വളരെ ഭയങ്കര ഇതാണ്. ലാബും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു. നമ്മൾ പല വലിയ കോളേജിൽ പോയതിനേക്കാളും നല്ല ഫെസിലിറ്റിയിലുള്ള ലാബാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തേക്കും, നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു ലാബ്. പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കുട്ടികൾ ഫുഡിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മൾ മിക്ക കോളേജിൽ പോയാലും ഫുഡാണ് കുട്ടികൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. മലയാളി കുക്കാണ് ഇവർക്കുള്ളത്. അതെ, കുട്ടികൾ ഫുഡിൽ ഹാപ്പിയാണ്, ഫുഡ് നല്ലതാണെന്നാണ് കുട്ടികളെല്ലാം, അവർക്ക് മലയാളി ഫുഡാണ് കിട്ടുന്നത്, കുട്ടികൾ ഹാപ്പിയാണെന്ന് പറഞ്ഞു. ഈ ക്യാമ്പസിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പല പേരൻസും നമ്മുടെ അടുത്ത് പല വീഡിയോസും കണ്ടിട്ടൊരു എൻക്വയറീസ് ഇടാറുണ്ട്, കമന്റിൽ ചോദിക്കാറുണ്ട്. ഒരു 10 lakhനകത്തൊക്കെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു ഗേൾസ് ആൻഡ് ബോയ്സ് മിക്സ്ഡ് ആയിട്ടുള്ള നല്ലൊരു കോളേജ് സൈസ്റ്റാണ്. അങ്ങനെ നോക്കുന്നവരെ സംബന്ധിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ് ആണ് ഇതെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ വലിയൊരു ക്യാമ്പസ് ലൈഫ്, അതുപോലെ വലിയ ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ സ്വപ്നം കണ്ടു വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് അല്ല. ഒരു നഴ്സിംഗ് കോളേജിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു ബിൽഡിങ്ങിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫെസിലിറ്റീസ്, അത്യാവശ്യം നല്ല ആവശ്യത്തിലധികം ഫെസിലിറ്റീസ് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വേറെ വെച്ചാൽ കൾച്ചറൽ ഇവന്റ്സ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ എങ്ങും കാണാത്തതാണ്, കുട്ടികൾക്ക് ഇടവിട്ടുള്ള ദിവസങ്ങളിൽ കുട്ടികൾക്ക് ലെഷർ ടൈം കൊടുക്കുന്നുണ്ട്. അവർക്ക് ആക്ടിവിറ്റീസിനായിട്ടൊക്കെ അവർക്കൊരു ഫ്രീ ടൈം കൊടുക്കുന്നുണ്ട്. അക്കാഡമിക്കലി പ്രഷർ മാത്രമല്ല, അവർ കുട്ടികൾ ആസ്വദിക്കട്ടെ എന്നുള്ള രീതിയിൽ അതൊന്നെങ്കിൽ അവർക്ക് ഒരു ദിവസം ഗെയിമായിട്ട് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ലൈബ്രറിയിൽ ഓപ്റ്റ് ചെയ്യാം. അതൊക്കെ നല്ല ഫെസിലിറ്റിയാണ്. പിന്നെ ക്ലാസ് റൂമിൻ്റെ ഒക്കെ ക്വാളിറ്റി നിങ്ങൾ കണ്ടേ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടും ഒരു അഫോർഡ് ബഡ്ജറ്റിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്യാമ്പസ് തന്നെ പറയാം ഈ ഒരു കാർമൽ കോളേജിന്. അപ്പോൾ ഈ ഒരു കോളേജിനെ പറ്റിയുള്ള ഓവറോൾ ഇൻഫർമേഷൻ ഞങ്ങൾ പറഞ്ഞു തന്നു. ഇതിനകത്ത് മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കോളേജിൽ 60 സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോളേജിലേക്കുള്ള അഡ്മിഷൻസിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കോളേജ് കാണിക്കുന്നവരേക്കും ബൈ ബൈ.